ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിൽ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകളിലും 10th ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിയിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിനായി ആംഗിൾ ഓഫ് എലിവേഷൻ എന്താ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഫിഗറിൽ നിന്ന് തന്നെ നോക്കാം. അപ്പം ഈ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ഈ ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എലിവേഷൻ എന്ന് പറയാൻ കാരണം തന്നെ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും. എലിവേഷൻ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ, അപ്പൊ ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴും ഉണ്ടാക്കുന്ന ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനും ലൈൻ ഓഫ് സൈറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴേക്കാണ് നോക്കുന്നത് ഡിപ്രഷൻ. അപ്പം നമ്മൾ ഹൊറിസോണ്ടൽ ലൈനും നമ്മൾ ലൈൻ ഓഫ് സൈറ്റും ഇടയ്ക്ക് വരുന്ന ആംഗിൾ തന്നെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്താണ് നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? എ മാൻ സ്റ്റാൻഡിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് സീസ് ദ ടോപ്പ് ഓഫ് എ ഹിൽ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി ആൻഡ് ഇറ്റ്സ് ബേസ് അറ്റ് എ ഡിപ്രഷൻ ഓഫ് 30 ഡിഗ്രി. അതായത് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്. നമുക്ക് ഇതെടുക്കാം, ഇവിടെ നിൽക്കുന്നതെന്ന് കരുതിക്കോ. നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് ഏന്നെടുക്കാം. ഇവിടെ ഒരു മനുഷ്യൻ ഒരു ഹില്ലിന്റെ മുകളിലോട്ടും താഴോട്ടും നോക്കുകയാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 60 ഡിഗ്രി അല്ലേ? അതേപോലെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രി. ഓക്കെ, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 40 മീറ്റേഴ്സ്. അതായത് ഈ മനുഷ്യൻ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 40 മീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? ഇത് 40 മീറ്റർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താ നോക്കാം. ഡ്രോ എ ഫിഗർ, റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് റഫ് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ അത് വരച്ചിട്ടുണ്ട്. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ഹിൽ. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാന്ന്. ഇവിടെ നമുക്കറിയാം ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാ? 40 മീറ്റർ ആണ്. ഈ ഒരു പച്ച ലൈനിൽ അടയാളപ്പെടുത്തിയില്ലേ, ഇതാണ് ആക്ച്വലി ഹില്ല്. ഈ ഹില്ലും ഈ ബിൽഡിങ്ങുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ പോയിന്റ് നമുക്ക് ബി എന്ന് അടയാളപ്പെടുത്താം. ഇത് സി ആയിക്കോട്ടെ, ഇത് ഡി ആയിക്കോട്ടെ, ഓക്കെ, ഇത് ഇ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ട്രയാങ്കിൾ എ ഇ ബിയുടെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രയാങ്കിൾ എ ഇ ബി ബേസ് ചെയ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ആ. അപ്പം ഈ ആംഗിൾ ഒബ്വിയസ്ലി 30 ആയിരിക്കുമല്ലോ. നമുക്കറിയാം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 30 കിട്ടി. നമുക്കറിയാം എന്താ ടാൻ 30. അതായത് ടാൻ തീറ്റ ശരിക്കും എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? അപ്പൊ നമുക്കറിയാം എ ഇ ബൈ ഇ ബി ആയിരിക്കുമല്ലോ. അപ്പൊ ടാൻ 30 എന്ന് പറയുന്നത് അതായത് എത്രയായിരിക്കും? 40 ഡിവൈഡഡ് ബൈ എത്ര? ഇ ബി. നമുക്ക് ഇ ബിനെ വേണമെങ്കിൽ നമുക്ക് എച്ച് അടയാളപ്പെടുത്താം. നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിന്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/√3. 1/√3 ഈസ് ഈക്വൽ ടു 40 ബൈ എക്സ്, അഥവാ എക്സ് ഈസ് ഈക്വൽ ടു 40√3 മീറ്റർ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ഹില്ല് നമുക്ക് എന്ത് കിട്ടി? എച്ച് ഈസ് ഈക്വൽ ടു 40√3 കിട്ടി. ഓക്കെ, ഇനി പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഹിൽ അല്ലേ? അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഹിൽ നമുക്ക് ബേസിക്കലി ഈ ഹില്ലിനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കാം, ബി സി, സി ഡി. ഇല്ല, നമുക്ക് ബി സിയുടെ ഭാഗത്തെ ഹൈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. എന്തുകൊണ്ട്? ഇവിടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 40. അപ്പൊ ഇതും എന്തായിരിക്കും? 40 തന്നെ. പിന്നെ ബാക്കിയുള്ള ട്രയാങ്കിൾ എന്താ? എ സി ഡി. അപ്പൊ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എ സി ഡി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടാണ്. ഇവിടെ നമ്മൾ ടാൻ എടുക്കുമ്പോൾ നമുക്കറിയാം എന്താ? ടാൻ 60 ഈസ് ഈക്വൽ ടു സി ഡി ബൈ എ സി ആണ്. സി ഡി അതായത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അറിയില്ല, നമുക്ക് ഡി സി നമുക്ക് വൈ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് എന്താ? വൈ ബൈ എ സി. നമുക്കറിയാം ഇ ബി നമുക്ക് നേരത്തെ എച്ച് നിർത്തിട്ട് നമുക്ക് 40√3 കിട്ടി. ഇവിടെയും ശരിക്കും അത് തന്നെയല്ലേ? അപ്പം എ സി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? അഫ്കോഴ്സ് 40√3 തന്നെ ആയിരിക്കും. 40√3 അല്ലേ? നമുക്കറിയാം ടാൻ 60 എത്രയാ? √3 ആണ്. ഓക്കെ, അപ്പൊ √3 ഈസ് ഈക്വൽ ടു വൈ ബൈ 40√3 അല്ലേ? അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y is equal to 40 into √3 into √3 എത്ര? 3. ഓക്കെ, 40 into 3 is equal to എത്ര കിട്ടും? 120. തീർന്നോ? തീർന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? y മാത്രം. y മാത്രം അല്ലല്ലോ ശരിക്കും ഹില്ലിന്റെ ഹൈറ്റ്. ഹില്ലിന്റെ ഫുൾ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? ഡി സി പ്ലസ് സി ബി ഇല്ലേ? അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? y പ്ലസ് 40 അഥവാ 120 പ്ലസ് 40. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഹില്ല് അതായത് ഡി ബി എന്ത് കിട്ടും? ഡി ബി ഈസ് ഈക്വൽ ടു 40 പ്ലസ് 120 അതായത് എത്ര? 160 മീറ്റർ.
അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്തൊക്കെയായിരുന്നു? ഡ്രോ ദ റഫ് ഫിഗർ നമ്മൾ വരച്ചു. ഡ്രോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ഹിൽ. അത് നമുക്ക് കിട്ടി. എത്ര കിട്ടി? 40√3 കിട്ടി. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൈറ്റ് ഓഫ് ദ ഹിൽ. ഹൈറ്റ് ഓഫ് ദ ഹിൽ എത്രയെന്ന് കിട്ടി? 160 മീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഇതേപോലെ സിമിലർ ആയിട്ട് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഓക്കെ, അടുത്തായി നമുക്ക് ഇതേപോലെ സിമിലർ ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എടുക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാൻ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഇവിടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 50 മീറ്റർ. നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. എത്ര? 50 മീറ്റർ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 45 ഡിഗ്രി. അതേപോലെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണെന്ന് പറയുന്നത്? ഇവിടെ 30 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 30 ഡിഗ്രി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡ്രോ ദ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൻ ഡീറ്റെയിൽസ്. ഓഫ് കോഴ്സ് നമ്മൾ വരച്ചു കഴിഞ്ഞു. വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ എല്ലാവരും ലെറ്റേഴ്സിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് അപ്രോച്ചബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ലെറ്റേഴ്സ് അടയാളപ്പെടുത്താം. എ, ബി, സി, ഡി, ഇ. ഓക്കെ ആണല്ലോ? ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ടവർ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ എ ആണ് നമ്മുടെ ബിൽഡിംഗ്. അതിന്റെ മുകളിൽ ഇവിടെയാണല്ലോ, എയിലാണല്ലോ നമ്മുടെ ആള് നിൽക്കുന്നത്. പിന്നെ ബി, ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടവർ ആണ്. ഓക്കെ, ആദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ടവർ. ഓക്കെ, ഇവിടെ നമുക്ക് 30 അറിയാം. എന്ത്? സി എ ഡി എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? 30 ആണ്. അപ്പൊ ഓഫ്കോഴ്സ് എ ഡി ഇയും 30 തന്നെ ആയിരിക്കുമല്ലോ. എന്തുകൊണ്ട്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, സെയിം ഫോർമുല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? tan 30 ഈസ് ഈക്വൽ ടു എന്താണ്? tan 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഇവിടെ നമുക്ക് ഇ ഡിനെ നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ എച്ച് എടുക്കാം, എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് 50 ഓപ്പോസിറ്റ് 50 അല്ലേ? 50 മീറ്റർ ബൈ എക്സ് എന്ന് കിട്ടും അല്ലേ? tan 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√3. ഓക്കെ, 1/√3 ഇസ് ഈക്വൽ ടു 50 ബൈ എക്സ് എന്ന് കിട്ടും. അഥവാ എക്സ് ഇസ് ഈക്വൽ ടു 50√3 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എച്ചിന്റെ വാല്യൂ എന്ത് കിട്ടി? 50√3 എന്താ? മീറ്റർ. മറക്കരുത്, ഇട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവർ ആൻഡ് ദ ബിൽഡിംഗ് നമുക്ക് എന്ത് കിട്ടി? 50√3 കിട്ടി. ഇനി എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ ടവർ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തിനെ ബി ഡിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ബി സി അതിനെ നമുക്ക് വൈനെ ഡിനോട്ട് ചെയ്യാം. സി ഡിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എന്ത്? 50. കാരണം ഈ ലൈനും എ സിയും ഇ ഡിയും പാരലൽ ആയതുകൊണ്ട് തന്നെ എയും സി ഡിയും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് 50 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്കറിയാം ഇവിടെ സി എ ബി എന്ന് പറയുന്ന ആംഗിൾ എത്ര? 45 ഡിഗ്രി. അപ്പൊ നമുക്ക് tan 40 എടുക്കേണ്ടത്. tan 45 ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? വൈ, അഡ്ജസ്റ്റന്റ് സൈഡോ എക്സ് അല്ലേ? കാരണം എ സി ഈസ് ഈക്വൽ ടു എ ഡി നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? വൈ ബൈ എക്സ്. അപ്പൊ tan 45 എന്താ നമുക്കറിയാം? 1 ഈസ് ഈക്വൽ ടു വൈ അറിയില്ല എന്താണ്? എച്ചിന്റെ വാല്യൂ എന്തായാലും നമുക്ക് നേരത്തെ കിട്ടിയ 50√3 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y ഈസ് ഈക്വൽ ടു 50√3 തന്നെ കിട്ടി. തീർന്നോ? ഇല്ല. ഇനി നമുക്ക് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആയിരുന്നു. ഹൈറ്റ് ഓഫ് ദ ടവർ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ബി ഡി വേണം, അതായത് ബി സി പ്ലസ് സി ഡി വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയാം എന്താണ്? ബി ഡി ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 50 അല്ലേ? അതായത് 50√3 പ്ലസ് 50. ഇതാണ് നമ്മുടെ എന്ത്? നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ടവർ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പം ഇതിൽ നിന്ന് ഞാൻ ഈ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനായി ഇനിയും ഫോളോ ചെയ്യുക. ഇനിയും ഇതിലും നല്ല ക്വസ്റ്റ്യൻസും ഇതിലും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരെ ബൈ.